കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ ഭവാനി, ഒന്ന് വേഗം തീർക്കാൻ നോക്ക്. തിരുമേനി വന്നല്ലോ, ഇനി താമസിക്കണ്ട. ഒന്ന് വേഗമാക്ക്. ഹലോ ഹലോ ഹലോ. കൗസല്യ, തിരുമേനി വന്ന് വേഗം ആവട്ടെ. മുത്തച്ഛി, ഒരു പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നെ, ഞാൻ കൊണ്ടുപോവാം. തിരുമേനി വന്നത് കണ്ടില്ലേ? അതും എടുക്ക്. എല്ലാം കൃത്യമായി എണ്ണിയല്ലോ അല്ലേ? എല്ലാം നോക്കിയിട്ടിട്ട് തിരുമേനി, കൃത്യം കണക്ക് അതിലുണ്ട്.
ഇറങ്ങിപ്പോ. മിണ്ടാ പ്രാണികളെ ദ്രോഹിക്കുന്നത് തെറ്റാണ്. ചേച്ചി, നായ വീടിനകത്ത് വന്നിരിക്കുക. ബുജി, ഇത് മിണ്ടപ്രാണിയാണ്, അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഏയ്, എന്താ ഇങ്ങോട്ട് വന്നത്? വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണോ? ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. കഴിക്ക. ഇതിനു മുമ്പും ഇതുപോലെ കൊറേ പൂജയൊക്കെ ചെയ്ത് നിറയെ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. ഇനി ഈ പൂജ കൂടി കഴിഞ്ഞാ അവർക്ക് ഗൗരി ദേവിയുടെ അനുഗ്രഹം കൂടെ കിട്ടും. ഇനി ഉയർച്ച ഉണ്ടാകും അവർക്ക്. എന്തെങ്കിലും ചെയ്ത് ഈ പൂജ ഒന്ന് മുടക്കാൻ നോക്ക്. ഈ പൂജ എങ്ങനെ മുടക്കാവുന്ന ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താടാ നായ കുരയ്ക്കുന്നല്ലോ? ആരെങ്കിലും പുറത്തു വന്ന് കാണും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ ഭവാനി നീ ഇങ്ങനെ നോക്കുന്നേ? ഈ നായ ഇവിടെയുള്ളതല്ലേ? ഇതിനു മുമ്പ് ആരെയും നോക്കി കുറയ്ക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നിന്നെ നോക്കി എന്തിനാ അത് കുറയ്ക്കുന്നത്? ഞാനും അതാ ആലോചിക്കുന്നത്. അമ്മ, പൂജ തുടങ്ങാൻ മുഹൂർത്തമായിട്ട് വരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിക്കേ. എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ അമ്മേ. ഒരു കാര്യമില്ലതെ നിന്നെ നോക്കി ഇങ്ങനെ കുറയ്ക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്താ നടന്നത് മല്ലി? എന്താ കുട്ടികളെ, അകത്ത് ജോത്സ്യര് പൂജയ്ക്ക് സമയമായി എന്ന് പറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? അകത്തേക്ക് വരൂ. ഭവാനി, വാ മോളെ. മല്ലി, നീയും അകത്തേക്ക് വാ. അർജുൻ,
എന്താ ചേച്ചി? ഫോണ് പിന്നെ സംസാരിക്കാം. പൂജ തുടങ്ങാറായി. അകത്തേക്ക് വാ അർജുൻ. ഞാൻ വരാം ചേച്ചി. ഒരു അർജന്റ് കോള്. ഞാൻ വന്നേക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? അപ്പച്ചി, അർജുൻ പുറത്ത് ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ പട്ടി ഒന്ന് കുറച്ചു, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. അമ്മേ, പൂജക്കെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കണു. ഇത് നന്നായി പൂർത്തിയാകുവാൻ ഗൗരി ദേവിയുടെ വ്രതം അനുഷ്ഠിച്ച് 3 സുമംഗലികൾക്ക് താമ്പൂലം സമർപ്പിക്കണം. മൂന്ന് പേരായാലും കുഴപ്പമില്ല, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. പക്ഷേ കൃത്യമായും 3 പേരുണ്ടായിരിക്കണം. അതിൽ കുറയാൻ പാടില്ല. ആ 3 സുമംഗലികൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് താമ്പൂലം കൊടുത്താൽ ഈ പൂജ സമ്പൂർണമായി എന്നാണ് അർത്ഥം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഒരു തടസ്സവോ പ്രശ്നമോ ഉണ്ടാവാതെ നോക്കണേ അമ്മേ. പോയി 3 സുമംഗലികളെ കൊണ്ടുവരിക. ഞാൻ പോയി കൂട്ടിട്ട് വരാൻ ജോത്സരെ. അങ്ങ് പൂജ തുടങ്ങിക്കോളൂ. ശരി മോളെ. കൗസല്യ, പെട്ടെന്ന് ചെല്ല് ചെല്ല് ചെല്ല്. എന്താടി? ഇടി കാര്യം പറ, എന്താന്ന്? എന്താടി? ഭവാനി ദിവസവും ഒരു പൂജ ചെയ്തോണ്ടിരിക്കുക. അത് നാഗമാതാവിൽ നിന്നും അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ. ഉടനെ ഒന്നും അവൻ ചാകുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറ, അവൻ എപ്പ ചാകുമെന്ന്? രുദ്രനും ഭവാനിയും തമ്മിൽ എപ്പ കല്യാണം കഴിക്കുമെന്ന്? ഭവാനിയുടെ രുദ്രന്റെയും കല്യാണം ഉറപ്പായി ഉടനെ നടന്നിരിക്കും. നീ വെറുതെ ടെൻഷൻ ആവാതെ. നടക്കുന്ന നിങ്ങൾ ഒരുപാട് നാളായിട്ട് പറയുക. എന്നിട്ട് എന്ത് പറ്റി? നമ്മുടെ മോൻ അവളെ കല്യാണം കഴിക്കുന്നതിന് വരെ അർജുനാ വന്ന് താലി കെട്ടിയത്. നടക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് എന്ത് നടന്നു? അവളെ വേറെ ആമ്പിള്ളേര് വന്ന് കെട്ടിക്കൊണ്ട് പോയിരിക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ വല്ല ആണോ മനുഷ്യ നടന്നത്? അവള് ദിവസവും ഓരോരോ പൂജകൾ ചെയ്ത് ഓരോ അനുഗ്രഹവും നേടി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തായി ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നേ. ഈ പൂജ നടക്കില്ല. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്റെ വായടയ്ക്കാൻ വേണ്ടി ഓരോരോ കള്ളക്കഥകൾ പറയുന്നു. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നടക്കില്ല, അത്ര തന്നെ. അത്രയ്ക്ക് ഉറപ്പിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നടക്കില്ല, ഉറപ്പായി നടക്കില്ല. മല്ലി എന്തായാലും വന്നല്ലോ. ഇനി ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ബോധത്തോടെയാണോ സംസാരിക്കുന്നത്? അതോ ഉള്ള ബോധം കൂടെ പോയോ? അവളെ സഹായിക്കുന്ന തരത്തിലെ മല്ലി എന്തെങ്കിലും ചെയ്യൂ, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല. ദേ നോക്ക്, മല്ലി ആരാണെന്ന് നിനക്കറിയില്ല. ഇനി പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി ആ മല്ലി ഉറപ്പായും ചെയ്തിരിക്കും. എന്താ മല്ലി എല്ലാം ചെയ്തോളൂന്നോ? അതെ, മല്ലി തന്നെ ചെയ്യും. ചേച്ചി, ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചി.
എന്താ മോളെ, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളുടെ വീട്ടില് ഭവാനി ഗൗരിദേവി പൂജ ചെയ്യുമല്ലേ. പൂജയ്ക്ക് 5 സുമംഗലികള് വേണം. അതിനു വേണ്ടി വന്നത്. പൂജയ്ക്ക് ദയവായി നിങ്ങൾ വരരുത്. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? സാധാരണ എല്ലാരും പൂജയ്ക്ക് വരണമെന്നല്ലേ പറയുന്നത്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? വരരുതെന്നല്ലേ പറഞ്ഞത്? വരണ്ട. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അവിടെ എത്താൻ ശ്രമിച്ചാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ നല്ല പോലെ അറിയും. കേട്ടല്ലോ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വരരുത്. വന്നാൽ നല്ലതിനാകില്ല അത്. കല്യാണി ചേച്ചി, കല്യാണി ചേച്ചി, ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഗൗരിദേവി പൂജ നടക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. ഇതനുസരിക്കാതെ എങ്ങാനും അങ്ങോട്ട് വന്നോ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞത് കേട്ടല്ലോ? ഞാൻ പറയുന്നത് കേൾക്കാതെ എങ്ങനെ വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. വരരുത്. ചേച്ചി, ചേച്ചി, എന്താ കൗസല്യ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഭവാനി ഒരു പൂജ ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. നിങ്ങൾ ഒരു കാരണവശാലും ആ പൂജയ്ക്ക് വരരുത്. അത് പറയാനാ ഞാൻ വന്നത്. എന്താ മോളെ വരരുതെന്ന് പറയുന്നേ? വരരുതെന്ന് പറഞ്ഞതല്ലേ? ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. വരരുത്.